ഹലോ മൈ ഫ്രണ്ട്സ്, നമുക്ക് സോയ ചങ്ക്സ് കറി ഉണ്ടാക്കിയാലോ? ഇതിന് ഞാൻ പേരിട്ടിട്ടില്ല, നിങ്ങൾ എന്നെ എന്തെങ്കിലും പേരിട്ടോ. ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ, പിന്നെ അതിലൊരു പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും, പിന്നെ കൊത്തിയരിഞ്ഞ സവാളയും തക്കാളിയും ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ നല്ലൊരു കറിയാണ്. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റാണ്. സോയ ബീഫ് നമുക്ക് ചൂട് വെള്ളത്തിട്ട് ഇതുപോലെ നല്ലപോലെ 3 വെള്ളത്തിൽ കഴുകിയെടുക്കണം, എന്നാലും ഇതിൻ്റെ ചെവ മാറുള്ളൂ, ഒരു പച്ചച്ചെവ മാറുള്ളൂ. പിന്നെ നമുക്ക് ഈ അരപ്പ് മിക്സിയിട്ട് അരച്ചെടുക്കാം. വേറൊരു പാൻ വെച്ച് കടുകും കറിവേപ്പിലയിട്ട് നമ്മൾ അരച്ചു വെച്ച ഈ പേസ്റ്റ് ഇതിലോട്ട് ഒഴിക്കണം. ഇത് നമ്മൾ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച സോയ ചങ്ക്സും കൂടെ ഇവിടെ. ഇനി പൊടികളാണ്, ഒരുപാട് പൊടിയൊന്നുമില്ല, കുറച്ച് മുളക് മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ വിതറിയ സംഭവം അടിപൊളി ടേസ്റ്റാണ്. ഒരു കുറുമക്കറി, ചിക്കൻ കറി അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തി, ദോശ, അപ്പത്തിനോടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി കറിയാണ്, സിമ്പിളും ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ മൈ ഫ്രണ്ട്സ്, ലവ് യു ഓൾ, ടാറ്റാ.